കോൾസൻസ് കോക്ക് ബാഹുബലി 2015 ജൂലൈ 10. അന്ന് ഞാൻ UAE ഫുജേറയിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യാം ടീച്ചറായിട്ട്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റിലാണ് ലീവ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അപ്പോഴാണ് അവിടെ ലീവ് നമ്മൾ നാട്ടിൽ വരുന്നത്. അങ്ങനെ 2015 ഞാൻ കോഴിക്കോട് കൈരളിയിൽ വെച്ചിട്ട്, നമ്മുടെ കൈരളി കോഴിക്കോട് വെച്ചിട്ട് കണ്ടുള്ള സിനിമയാണ് ബാഹുബലി 2015. അന്ന് ഡബ്ഡ് വേർഷൻ മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. അന്ന് അത് കണ്ടത് മുതൽ ബാഹുബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ. അത് കഴിഞ്ഞ് ബാഹുബലി 2 അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ റിലീസാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്ത് സാധനത് NSR പണി വെച്ചിറങ്ങിയ SS രാജമൗലി. ഞാൻ അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുറേ കണ്ടിട്ടുണ്ട്. ഈഗ കണ്ടിട്ടുണ്ട്, മഗ്ദിരി കണ്ടിട്ടുണ്ട്, കുറേ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാഹുബലി എന്ന് പറയുന്ന സാധനം, അതിനകത്ത് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അതിൻ്റെ കോൺഫ്ലിക്ട്സ്, ബാഹുബലി വാട്ട്സ് ദാറ്റ്? അമരേന്ദ്ര ബാഹുബലി, പല്ലാൾ ദേവൻ, നസിക്കവട് നാസർ ചെയ്ത ക്യാരക്ടർ, രമ്യ കൃഷ്ണ ക്യാരക്ടർ, ദേവസേന, കീരവാണി ദ ലെജൻഡ്. ഞാൻ ഇന്ത്യയിൽ, ഐ ആം ടെല്ലിങ് യു, ഇന്ത്യ മഹാരാജ്യത്ത് AR റഹ്മാൻ്റെ മുകളിൽ ഒരു മനുഷ്യനെ, ഒരു വർക്കിൻ്റെ പുറത്ത് ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ അത് കീരവാണി മാത്രമായിരിക്കും. ഇന്ത്യൻ ഹാൻസിമ്മർ വേറെ ലെവല്, AR റഹ്മാൻ അതിലും വലിയ ലെവല്. ഈ രണ്ടാൾക്കാരെക്കാളും വലിയ ലെവലായിട്ട് ഞാൻ കീരവാണീനെ, മരതക മണീനെ ഞാൻ പറയണമെങ്കിൽ വാട്ട് എ വർക്ക്. OST എന്ന് പറഞ്ഞ ഒറിജിനൽ സൗണ്ട് ട്രാക്ക്, ബാഹുബലിൻ്റെ OSTനെ വെല്ലുന്ന ഒരു സൗണ്ട് ട്രാക്ക് ഏതെങ്കിലും ഒരുത്തൻ, ഏതെങ്കിലും ഒരുത്തൻ കൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കും. കേട്ടിട്ടുണ്ടോ മക്കളെ? ഇതിന് ലാസ്റ്റ്, അതായത് ബാഹുബലി 1 ലാസ്റ്റ് കീരവാണി എൻ ക്രെഡിറ്റ് സോങ്. ഞാൻ എൻ്റെ യൂട്യൂബ്, എനിക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്കുണ്ട് ഗൂഗിൾ അക്കൗണ്ട്, എനിക്കുണ്ട്. ഞാൻ ഒരുത്തിനെ റിപ്ലൈ കൊടുക്കാറ്, ഒരു കമൻറ്റും ഒന്നും ചെയ്യാറില്ല. പക്ഷെ വർഷങ്ങൾ മുൻപ്, മേ ബി 2010, 2011, 2012 ആ സമയത്ത് ഞാൻ കീരവാണിയുടെ OSTയുടെ അടിയിൽ, അതായത് ബാഹുബലി 1 എൻ ക്രെഡിറ്റ് സോങ്ങിൻ്റെ OSTയുടെ അടിയിൽ ഞാൻ ഇട്ട കമൻ്റ് ഉണ്ട്, ഐ വാണ്ട് ടു ഡൈ വൈൽ ലിസണിങ് ദിസ്. ഇപ്പോഴവിടെ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്കിയോ. അതുപോലത്തെ സാധനം, അതായത് ലെവൽ. അതായത് ഹാൻസിമ്മർ, AR റഹ്മാൻ, കീരവാണി ലെവലാ. ഈ പറയുന്ന ബാഹുബലി പറഞ്ഞ സിനിമ, ഫസ്റ്റ് ബാഹുബലി എന്ന് പറയുന്നത് ബിഗിനിങ് കുറേ ഫാൻറ്റസീസ്, കുറേ അൺവാണ്ടഡ് സീൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് ബാഹുബലി ദ എപ്പിക് എന്ന് പറഞ്ഞിട്ട് 1, 2 കൂടെ കമ്പൈൻഡ് ആക്കിയിട്ട് ഉള്ള സാധനമാണ്. അനാവശ്യമായ കുറേ സീൻസുകളുണ്ട്. എസ്പെഷ്യലി ബാഹുബലി 1 തമനയായിട്ടുള്ള കുറേ സീൻസ്, അങ്ങനെ കുറേ, പിന്നെ കൺവിൻസ് ചെയ്യേണ്ട സീൻസൊക്കെ തന്നെ വോയിസ് ഓവറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ രാജമൗലി ഇതിൽ പണിതിരിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് എച്ചാതി ഇമോഷൻസ്. അതെങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയ അപ്പനെ കൊണ്ടാവില്ല. അതുപോലെ സാധനം ബാഹുബലി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോക്ക്, എന്തൊക്കെ പരിപാടിയാണ്. പല്ലാൾ ദേവൻ, പുള്ളിയെ പിങ്കളദേവൻ, ഇതൊക്കെ വെച്ചിട്ട് ദേവസേന,
എന്ത് ക്യാരക്ടറാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മറ്റേ ഉദാത്തമായിട്ടോ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ എങ്ങനെ തള്ളിക്കരുതാന്നല്ല. ഇതാണ് പെണ്ണ് ദേവസേന, ഇതാണ് സ്ത്രീ. ഒരു 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 ഇന്ത്യയിൽ ഒരു നടിക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ അല്ലേ ദേവസേനയ്ക്ക് കൊടുത്തേക്കുന്നത് അല്ലേ? ചാദസീന് സംഭവം കുറേ ക്ലീഷേ ആർക്കൈക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് കട്ടപ്പയുടെ സീനും ഇത് ഈ പടത്തിൽ നന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടേ. പക്ഷെ സ്റ്റിൽ മുട്ടാൻ പറ്റൂല മക്കളെ, മുട്ടാൻ പറ്റൂല. അതുപോലത്തെ സാധനമാണ് കട്ടപ്പയുടെ സാധനം. കട്ടപ്പ ആ കാലെടുത്ത് തലയിൽ വെക്കുന്ന സമയത്തുള്ള ആ ഇമോഷൻ എന്ന് പറയുന്നത്, ബാഹുബലി എന്ന് പറയുന്നത്, വാട്ട്സ് ദാറ്റ്? സംതിങ് എൽസ്, ഔട്ട് ഓഫ് ദ വേൾഡ്. അങ്ങനെയാണ് മൊത്തത്തിൽ പടം എടുത്തു വെച്ച്. കീരവാനിയുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു തരത്തിലും മുട്ടാൻ പറ്റില്ല. എന്ത് എമ്മാര് സ്കോറിങ്. പിന്നെ പ്രഭാസിൻ്റെ ഫിസിക്കായി കഴിഞ്ഞാലും പുള്ളി ബിഗിനിങ്ങിൽ വരുന്ന സാധാരണക്കാരനായി വരുന്നതും പിന്നെ രാജാവ് വരുന്നതും ഒരാളൊക്കെ, പിന്നെ രമ്യ കൃഷ്ണൻ, എൻ്റെ അമ്മോ എന്ത് സാധനം. പിന്നെ ബാഹുബലി മരിക്കുന്നത്, ഇതിൽ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. കട്ടപ്പ കൊല്ലണത്, ആ സമയത്തുള്ള ഇമോഷൻസ് ഒരു രക്ഷയില്ല. ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ എന്ത് വിമർശിക്കാനാ, എന്ത് പറയാനാ? ജസ്റ്റ് വാച്ച് ആൻഡ് എൻജോയ്. ഇത് കാണുക, കീഴടങ്ങുക, അനുഭവിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് പക്ഷേ ടു ബി ഫ്രാങ്ക്, ഞാൻ തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇപ്പോൾ രാവണപ്രഭു കണ്ട പോലെ അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഒരു കുറേ സീരിയലും കാണുന്ന കുറേ അമ്മയന്മാരും കുറേ ആൾക്കാരും കുറേ അമ്മാവന്മാരും അങ്ങനെയൊക്കെയാണ് ഈ പടം കണ്ടത്. എനിക്ക് തോന്നുന്നത് ഒരു ഓളോ അനക്കൊന്നുമില്ല. ഞാൻ കോഴിക്കോട് ARC കണ്ടത്, ARC സ്ക്രീൻ സോഫയിൽ ഇരുന്ന് കണ്ടു. പക്ഷേ ഒരു അനക്ക ഓളൊന്നുമില്ല. പക്ഷേ എനിക്ക് അനക്കോളൊന്നും വേണ്ട, നിങ്ങൾ അനക്കോളം ആക്കാനല്ല ഞാൻ പടം കാണാൻ വന്നു. പക്ഷേ ബാഹുബലി എൻ്റെ മോനെ, അത് ഇങ്ങനെ സ്ത്രീകളെ തൊട്ടാൽ വെട്ടയുടെ തല എന്ന് പറഞ്ഞാൽ അത് തലയാണ്. ബാഹുബലി എന്ത് സാധനം അത്. അങ്ങനെയുള്ള കുറേ ഐക്കോണിക് സീൻസ് ഇതെല്ലാം കണ്ടിട്ട് ഇരിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് എൻജോയ്. ഇതൊക്കെ കാണുക, ആസ്വദിക്കുക. പാറ സാധനം. അത് രാജമ്മയുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മൊരു പരിപാടി. അതിലും യുദ്ധത്തിൽ എന്തൊക്കെയാണ് യുദ്ധതന്ത്രങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത്. പാറ മേക്കിങ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. അതിൽ VFX ഉണ്ട്, CG ഉണ്ട്, പക്ഷെ എന്നാലും മേക്കിങ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഇപ്പോഴും കാണുമ്പോഴും എന്തൊക്കെ കാലകേൻ്റെ മറ്റേ പരിപാടിയും പിന്നെ ഈ കോൺഫ്ലിക്റ്റിൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മൊത്തം ഇപ്പോൾ മഹാഭാരതത്തിലൊക്കെ എന്താ ഉള്ളത്, അത്രയും വലിയ മഹാഭാരതത്തിലെ ഇമോഷണൽ കോൺഫ്ലിക്റ്റാണ്. ആ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ് രാജമല്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. രാജമാത ശിവഗാമി, ദേവസേന, ബാഹുബലി, പല്ലാൾ ദേവൻ, പിങ്കളദേവൻ. അപ്പോൾ ഇത് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് പണിത് വെച്ചേക്കുക. ചതി ഇതുപോലെയൊന്നും ഈവൻ രാജമലിക്ക് പോലും കൂട്ടിയെ കൂടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമകൾ ഞാൻ പറഞ്ഞുതരാം. ജോൺ വിക്കാണ് ഏറ്റവും കൂടുതൽ കണ്ട സിനിമ. ജോൺ വിക്ക് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്, എസ്പെഷ്യലി ജോൺ വിക്ക് 1. ജോൺ വിക്ക് ഞാൻ ഇടയ്ക്കിടെയാണ് വെച്ചാൽ അത് ജോൺ വിക്ക് ഇസ് മൈ മാൻ, ജോൺ വിക്ക്. പിന്നെ ലിയോയിലെ കോഫി ഷോപ്പ് സീൻ, ലിയോ ഫസ്റ്റ് ഹാഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാറുണ്ട്. അങ്ങനെ കൂടാതെ ഞാൻ മിക്കപ്പോഴും കാണുന്ന സീൻസുള്ളൊരു സിനിമയാണ് ബാഹുബലി. പ്രത്യേകിച്ചും ഈ തല വെട്ടുന്ന സീനും ബാഹുബലിയുടെ മറ്റേ റിവീൽ ചെയ്യുന്ന സീനില്ലേ, തീ പിടിച്ചിട്ട്, അതാണ് എനിക്കിഷ്ടമാണ്. അങ്ങനെ അത്രയും ഇഷ്ടമുള്ളൊരു സിനിമയാണ് അത്. ഞാൻ 3.25 മണിക്കൂറാക്കി ചുരുക്കിയിട്ടുണ്ട്. പല അൽമാണ്ട സീൻസ്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ തമ്മനയായിട്ടുള്ള റൊമാൻറ്റിക് സീൻസ്, പിന്നെ കുറച്ച് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ സീൻസ്, അനാവശ്യമുള്ള സീൻസ് കുറേ സീൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേ പാട്ടൊന്നുമില്ല,
സെക്കൻഡ് ഹാഫിൽ മറ്റേ കള്ളുപിടിച്ച് പാടുന്ന പാട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ സെറ്റാണ്. പക്ഷേ എന്തോ പടം കണ്ടിട്ട് അങ്ങനെ ഒരു നമ്മൾ റിലീസ് പടം കണ്ട ഒരു സുഖം കിട്ടിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. മേ ബി പ്രോബ്ലം വിത്ത് ദ തിയേറ്റർ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കോഴിക്കോട് ARC കോർണേഷനിലെ ARC സ്ക്രീൻ 1 കണ്ടുള്ള സോഫയിൽ ഇരുന്ന് കണ്ടുള്ള. എന്തോ എനിക്ക് തോന്നുന്നു സീരിയലൊക്കെ കാണുന്ന കുറേ അമ്മച്ചിമാരും കുറേ അമ്മമാരെയും കണ്ടുകൊണ്ടാണ് ഇന്ന് എനിക്കറിയില്ല, ഒരു സുഖം കിട്ടിയില്ല. ഞാൻ സ്ഥിരം കാണുന്ന ഈ ബാഹുബലിയുടെ സീൻസൊക്കെ സ്ഥിരം ഞാൻ കാണുന്നു. റിലീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷയമില്ല, ഞാൻ സ്ഥിരം കാണുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു സുഖം തിയേറ്ററിനകത്ത് കിട്ടിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇത്രയും സമയം ഒരു മടുപ്പുണ്ടായില്ല. നല്ല രസത്തിൽ കാണാൻ. എനിക്ക് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാഹുബലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജമൗലി സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീൻ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. പിന്നെ അങ്ങനെ അത് ഫുള്ള് കണ്ട് അവസാനം വരെ കാണാനുള്ള ഒരു ഒരു പ്രേരണ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഓഫ് കോഴ്സ് അതിൻ്റെ ബെസ്റ്റ് എപ്പിറ്റമി ഓഫ് ദാറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാഹുബലിയാണ്. എന്നാലും കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അറ്റ്മോസിൽ 4Kയിൽ കിള്ളായിട്ട് കണ്ടു. ബട്ട് സ്റ്റിൽ സംതിങ് ഈസ് മിസ്സിങ്. സാരല്ല, കുഴപ്പമില്ല, എല്ലാം ലൈഫിലെല്ലാം ഒന്നും സെറ്റാവില്ലല്ലോ. സംതിങ് ഈസ് മിസ്സിങ്. സീരിയസ്ലി എന്തോ ഒരു സാധനം മിസ്സിങ് ആണ്. അത് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, സ്റ്റിൽ ഹാപ്പി. അപ്പോൾ ഇതാണ് ബാഹുബലിയെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ കാണും ഇനിയും പാലവട്ട് മരിക്കും വരെ കാണും പല സീൻസും. ബാഹുബലി ഈസ് ആൻ എപ്പിക്. ബാഹുബലിക്ക് അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തൊന്നും ഉണ്ടാക്കി അപ്പനെ കൊണ്ട് പോലാവില്ല, രാജമൗലിക്ക് പോലാവില്ല. അതുപോലത്തെ സാധനമാണിത്. അതുപോലത്തെ ക്യാരക്ടേഴ്സ്, പന്നൽ പരിപാടികൾ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് rewatching Bahubali 1 and 2 together. A little bit disappointed. അറിയില്ല എന്താ, സംതിങ് ഈസ് മിസ്സിങ്. I don't know what has happened. Something is missing, but still I enjoyed Bahubali.